അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ചേച്ചിയുടെ ആദ്യത്തെ ബർത്ത്ഡേ, അതായത് ചേട്ടൻ്റെ വീട്ടിലുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ആൾ നമുക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി കേക്കൊക്കെ കട്ട് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണമായിരുന്നു. എത്ര തുടങ്ങി സ്റ്റെപ്പുമ്പോൾ വന്ന് ഞങ്ങൾ വന്നോ എന്ന് നോക്കി നിൽക്കറായിരുന്നു ആളുടെ പണിയെന്നാണ് പറഞ്ഞത്. 9:30 ആയപ്പോഴാണ് നമ്മളവിടെ ചെന്നത്. അങ്ങനെ ആൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ കറക്റ്റ് ആ പേര് അവിടെ വന്ന് എന്ത് ഐറ്റം എന്നുള്ളത്. അപ്പോൾ ആ സർപ്രൈസ് അങ്ങോട്ട് പോയി കിട്ടിയെന്ന്. അപ്പോൾ ആൾ ഇത് മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ട ആ ഒരു അറിവിലാണ് കേട്ടോ ഞാൻ ഇത് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഓർത്ത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ഫാമിലിനെ തന്നെ നമുക്ക് ദൈവം തന്നിപ്പോൾ. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ദിവസവും ചേച്ചി വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്, ചേച്ചിയും ചേട്ടൻ ഇടയ്ക്ക് ഒന്ന് നിൽക്കുന്നുണ്ട്. ഈ നാട്ടു നടപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിനെപ്പോൾ ആഗ്രഹമുണ്ട് അപ്പോഴൊക്കെ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്ന് നിൽക്കുക. അത്രയും ഫ്രീഡം നമുക്ക് കിട്ടുന്ന ആ ഫാമിലിയും അതനുസരിച്ച് സഹകരിക്കുന്നതുകൊണ്ട്. അമ്മച്ചി പറയാറുണ്ട്, അമ്മച്ചിയുടെ അപ്പം പണ്ട് ചേച്ചിക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, സ്വർഗം പോലൊരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു വീട് തന്നെയാണ്. അപ്പോൾ മരണം വരെ അങ്ങനെ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്ക് മാത്രമല്ല കേട്ടോ, വിവാഹം കഴിക്കുന്ന എല്ലാവർക്കും തിരിച്ചാ വീട്ടിലെ മാതാപിതാക്കൾക്കും മനസ്സിലാണെങ്കിൽ അവരെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.